2025 ഇന്ന് നടന്ന പോളിംഗിൽ 72%. ഈ കണക്ക് പൂർണ്ണമല്ല, ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. 75% വരെ പോളിംഗ് ഉയർന്നേക്കാമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ചില മേഖലകളിൽ നിന്ന് ഇതുവരെയും പോളിംഗ് കണക്കുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില പ്രത്യേക ബൂത്തുകൾ, ചില റിമോട്ട് ഏരിയകൾ, അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കിൽ വലിയ മാറ്റമുണ്ടായേക്കാം. 72 അല്ല, 75% വരെയെങ്കിലും പൂർണ്ണമാണ്. ഈ കണക്ക് പൂർണ്ണമല്ല എന്ന കാര്യം പ്രത്യേകം പ്രേക്ഷകർ ഓർമ്മിക്കുക. മറ്റൊന്ന്, നമുക്ക് സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ തൊട്ട് മുമ്പ് 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ നടന്നത് 76.81 പോളിംഗ് ആണ്. അങ്ങനെയെങ്കിൽ 75% ഈ ബൈ ഇലക്ഷനിൽ പോളിംഗ് ഉണ്ടായാൽ സ്വാഭാവികമായും അതിനോട് ചേർന്ന് നിൽക്കുന്ന പോളിംഗ് ശതമാനം ഉണ്ടാകും. 2016 78.67% പോളിംഗ്. 2011 77.79% പോളിംഗ് ഉണ്ടായിരുന്നു എന്നതാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ, നിയമസഭയിലേക്ക് നടന്ന സാഹചര്യം പരിശോധിക്കുമ്പോഴുള്ള പോളിംഗ് ശതമാനം. അതുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് വരുന്ന കണക്ക് വളരെ ശ്രദ്ധേയമാണ്. 75% പോളിംഗ് വരും. അതിനർത്ഥം 2021 കേരളത്തിൽ ഒരു വലിയ കോവിഡ് കാലത്ത് നടന്ന ആ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ സാഹചര്യം ഉയരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. ഒപ്പം ഈ പോളിംഗ് ശതമാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. 2025 നിയമസഭയിൽ, അതായത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണക്ക് പൂർണ്ണമല്ലാത്ത 72-75% വരുന്ന പോളിംഗ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 നിയമസഭയിൽ 76.81% പോളിംഗ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 2024 ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വെറും 64% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74% പോളിംഗ് ഉണ്ടായിരുന്നു. അതായത് തൊട്ട് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 64% മാത്രം പോളിംഗ് രേഖപ്പെടുത്തിയെടുത്തുന്നതാണ് 10%-ലധികം ഉയർന്ന ഒരു പോളിംഗ് ശതമാനം ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘടകങ്ങൾ തന്നെയാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് കരുതാം. അരുൺ, വേഗത്തിൽ ഒരു കാര്യം, അതായത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രചണ്ഡമായ പ്രചരണ രീതികൾ ജനം ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത സവിശേഷതയാർന്ന ആ രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ ഈ സൂചനകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നില്ലേ? തീർച്ചയായിട്ടും ജനം ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തു. ഒരുപക്ഷെ അതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിനുള്ള അവരുടെ പ്രതികാരമോ അല്ലെങ്കിൽ മറുപടിയോ ആകാം. അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അതേപടി ഏറ്റെടുത്തു എന്നും കരുതാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ജനം എന്തോ ഒന്ന് തീരുമാനിച്ചു തന്നെയാണ് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയും വലിയൊരു പോളിംഗ് ശതമാനം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. പ്രതികൂല ഘടകങ്ങൾ നിരവധി ഉണ്ടായിരുന്നു, അവർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യം, കാലാവസ്ഥ പ്രതികൂലമാണ്, അത്തരം നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മറികടന്ന് ജനം ഈ വോട്ട് ചെയ്തെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, അവർ ഒന്നുകിൽ വളരെ പോസിറ്റീവായ ഒരു വോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് വോട്ടായിരിക്കാം. ഇത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷകരമായി മാറുമെന്നൊക്കെ വോട്ടെണ്ണുമ്പോൾ അറിയാൻ കഴിയും. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണവും ഉപതെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യവും ഒക്കെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ നമുക്ക് വിലയിരുത്താനാകും. യെസ്, അതാണ് സാഹചര്യം. ഇനി മുന്നണികളുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷകൾ കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്, സാഹചര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, UDFന്റെ തെരഞ്ഞെടുപ്പിനെ നയിച്ച AP അനിൽകുമാർ, വണ്ടൂർ MLA കൂടിയായ AP അനിൽകുമാർ തികഞ്ഞ വിജയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഒപ്പം ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പിനെ നയിച്ച A വിജയരാഘവനും വലിയ ആത്മവിശ്വാസത്തിലാണ്. വേഗത്തിൽ രണ്ട് നേതാക്കളുടെയും വാക്കുകൾ കേൾക്കാം. UDFന്റെ ഒരു പതിവ് ചേരുവയുണ്ട്. രാഷ്ട്രീയ തിരിച്ചടികളെ അതിജീവിക്കാൻ, രാഷ്ട്രീയ പോരായ്മകളെ അതിജീവിക്കാൻ, എല്ലാ വർഗീയതയുമായി സ്ഥിരമായി സന്ധി ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ UDF എക്കാലവും സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ്. പുതിയ പുതിയ വർഗീയ ശക്തികളെയും വർഗീയ ചേരിയെയും താങ്കളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന നിഗൂഢ പദ്ധതികളാണ് UDFന്റെ. ഞങ്ങൾ ആദ്യം ഇവിടെ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. അത് UDF പ്രവർത്തകർക്ക് മാത്രമല്ല, LDFനകത്തുള്ളവർക്കും അതുണ്ട്. അവരുടെ ആ ഒരു പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, 15,000-ൽ താഴില്ല എന്നിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ കണക്കെടുക്കേണ്ടതുള്ളത്. ഇതാണ് പ്രതീക്ഷകൾ. അതായത് ഇരു മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അൻവറിന്റെ വാക്കുകൾ നേരത്തെ നമ്മൾ കേട്ടതുമാണ്. നേതാക്കൾ ആ രീതിയിൽ പ്രതികരിക്കുമ്പോൾ എന്തായിരുന്നു ഈ പ്രതീക്ഷ, ഈ പ്രതീക്ഷയ്ക്കൊത്ത സാഹചര്യം വന്നോ എന്ന കണക്കെടുപ്പ് കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട്. നമുക്ക് UDFന്റെ പ്രതീക്ഷകളിലേക്ക് വരാം. UDF
അൻവർ 10,000-ഓളം വോട്ടുകൾ പിടിക്കുമെന്ന ഒരു പ്രതീക്ഷ UDF-നുണ്ട്. കാരണം അൻവർ ആയിരുന്നല്ലോ ഇവിടുത്തെ മുഖ്യ ഫാക്ടർ. അൻവർ ഫാക്ടർ ഇരു സ്ഥാനാർത്ഥികളെയും ബാധിക്കും. അതിൽ UDF-ന്റെ പ്രതീക്ഷ ഏകദേശം 10,000-ഓളം വോട്ടുകൾ അൻവർ പിടിക്കും. അത്തരം പ്രതീക്ഷ അവർ നേരത്തെ പങ്കുവച്ചതാണ്. ഒപ്പം മണ്ഡലത്തിൽ പൂർണ്ണമായും ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കാര്യവും UDF പൊതുവിൽ പ്രതീക്ഷിക്കുന്നതാണ്. മറ്റൊന്നുകൂടിയുള്ളത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കി, തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചു, തങ്ങൾക്ക് അനുകൂലമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കപ്പെട്ടു എന്ന് UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് ഈ പോളിംഗിന് ശേഷം. മറ്റൊന്ന്, അവർക്ക് ഏറ്റവും പ്രധാനം 15,000-ഓളം ഭൂരിപക്ഷം കിട്ടും. ചുരുങ്ങിയ കണക്കെടുപ്പാണ്. 15,000-ഓളം ഭൂരിപക്ഷം എന്ന കണക്കെടുപ്പിലേക്ക് UDF-ന്റെ പ്രതീക്ഷകൾ വരുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ചുങ്കത്തറ, മൂത്തേടം, എടക്കര ഈ പഞ്ചായത്തുകളിൽ വൻ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയും പൊതുവിൽ UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെ ഈ അവസാന ഘട്ടത്തിൽ വന്ന ചില കണക്കെടുപ്പുകളിൽ നിന്നുണ്ടാകുന്നു. ഈ 3 മണ്ഡലങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അതായത് ചുങ്കത്തറ, മൂത്തേടം, എടക്കര ഈ 3 പഞ്ചായത്തുകളും 2021 ഏറ്റവും ഒടുവിലത്തെ ആ തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിച്ചപ്പോഴും UDF-ന് ഭൂരിപക്ഷം നൽകിയ ഇടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു UDF അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ തങ്ങൾക്ക് ഈ 3 പഞ്ചായത്തുകളിൽ വലിയ നേട്ടമുണ്ടാകും. ശ്രദ്ധിക്കുക, ചുങ്കത്തറ, മൂത്തേടം, എടക്കര ഈ 3 പഞ്ചായത്തുകളിൽ വലിയ നേട്ടമുണ്ടാകും എന്ന് തന്നെയാണ് UDF-ന്റെ പ്രതീക്ഷകളിലേക്ക് വരുന്ന കാര്യം. പക്ഷേ അവർക്ക് ഒരുപക്ഷെ കൂടുതൽ കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ BV പ്രകാശ് പോലെയുള്ള ഫാക്ടറുകൾ അത് പുറമേക്ക് ഒന്നും ഉണ്ടായില്ല എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ഉള്ളിൽ അത് ചില പഞ്ചായത്തുകളിലെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കി എന്ന കരുതൽ, ഒരു വിലയിരുത്തൽ അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് സാഹചര്യം. അനുമോദുണ്ട്. അനുമോദ്, ഈ BV പ്രകാശ് ഒരു ഫാക്ടറായി ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെതിരെ പ്രവർത്തിച്ചെങ്കിൽ അത് പ്രകടമാവുന്നത് ഏതു മേഖലയിലാണ്? അങ്ങനെ ഉണ്ടായി എന്ന് UDF കരുതാനുള്ള കാരണം എന്താണ്? VV പ്രകാശ് ഒരു ഫാക്ടർ തന്നെയാണ് എന്ന് തന്നെ കരുതുവാൻ. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ VV പ്രകാശിൻ്റെ വീട്ടിൽ ഷൗക്കത്ത് പോകാത്തത് വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു. അൻവർ അത് മുതലെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയതും. തുടർന്ന് VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോയി M സ്വരാജും തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ തലേ ദിവസം വലിയ വിവാദങ്ങൾ UDF-നെ സമ്മർദ്ദത്തിലാക്കി. VV പ്രകാശിൻ്റെ അണികൾക്ക് എല്ലാ മേഖലയിലും സ്വാധീനമുണ്ട് എന്ന് തന്നെ കരുതുന്നു. പക്ഷേ അത് ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഒരു അടിയൊഴുക്കാകുമോ എന്നുള്ള സംശയം അത് അങ്ങനെ വെച്ചു പുലർത്താനാകില്ല. ഒരുപക്ഷെ അദ്ദേഹത്തോടുള്ള സ്നേഹം കാരണം കുറച്ച് പേർ അത് വോട്ട് ചെയ്യാതെ മാറി നിൽക്കാം, അല്ലെങ്കിൽ അൻവറിന് അനുകൂലമായിട്ട് നിന്നേക്കാം. പക്ഷെ അതൊരു വലിയ അടിയൊഴുക്കായിട്ടുണ്ടാകുമെന്ന് പറയാനാകില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം VV പ്രകാശിൻ്റെ തന്നെ അണികൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തോട് ചെയ്ത് നീതീകരിക്കുന്ന കാര്യമല്ലെന്ന് പറയുമ്പോൾ പോലും UDF-നെ ഈ ഘട്ടത്തിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോകുന്ന തരത്തിലേക്ക് ഒരു നിലപാടെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എടക്കര പഞ്ചായത്തിൽ സ്വാഭാവിക VV പ്രകാശിൻ്റെ സ്വന്തം നാടാണ്. എടക്കര പഞ്ചായത്തിലും വഴിക്കടവ് പഞ്ചായത്തിലും ഒക്കെ VV പ്രകാശിന് മറ്റിടങ്ങളേക്കാൾ കൂടുതൽ നേരിട്ട് ആത്മബന്ധമുള്ള അണികളുണ്ട്. അവിടെയൊക്കെ ഒരുപക്ഷെ VV പ്രകാശിൻ്റെ കുടുംബത്തോട് കാണിച്ച ഈ ഒരു പെരുമാറ്റം, അത് നേതാക്കളുടെ ഭാഗത്തുള്ള സമീപനം, അതൊരു പക്ഷേ ഒരു സ്വാധീനം സൃഷ്ടിച്ചേക്കാം. പക്ഷേ അതെന്താണെങ്കിലും UDF-നെ വലിയ തോതിലൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് VV പ്രകാശിൻ്റെ ആ ഒരു ഫാക്ടർ അത് ഉണ്ടാകില്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ VV പ്രകാശിനോട് അടുത്ത ആളുകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ആണ് നമ്മളിത് പറയുന്നത്. അത് വലിയ ഒരു ഘടകമായി UDF-ന് വലിയൊരു തലവേദനയായി മാറില്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. എന്തായാലും അൻവർ ഒരു വലിയ വോട്ട് പിടിക്കുമെന്ന് UDF-ഉം കരുതുന്നുണ്ട്. അനുമോദിലേക്ക് വരാം. അൻവർ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തനിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യവും വൻ നേട്ടവും ഉണ്ടാക്കുമെന്ന് അൻവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ VV പ്രകാശ് ഫാക്ടർ അത് എത്ര കണ്ട് UDF-നെ സ്വാധീനിക്കുമെന്ന ഒരു പരിശോധന കൂടി നമുക്ക് നടത്താം. അനീഷ് കുമാർ ചേരുന്നു. അനീഷാണ് ഈ VV പ്രകാശിൻ്റെ ഭാര്യയോടും പിന്നെ മകളുമായി അവർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അനീഷ് തന്നെ അവരോട് ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിൽ അവർ പ്രതികരിച്ചത്, ഞങ്ങൾ UDF-നൊപ്പമാണ്, ഞങ്ങളുടെ പാർട്ടി UDF ആണ്. അതായത് പുറമേക്ക് തങ്ങൾക്കൊരു അനിഷ്ടവുമില്ല എന്ന് തോന്നൽ ഉളവാക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർ ധരിച്ച വസ്ത്രത്തിലും അതൊക്കെ ഒരു സ്വാഭാവികമായും ഒരു സൂചകങ്ങളാണോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നിരുന്നു.